ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ, ഇതുകൊണ്ടൊരു തോരനാണ്. രണ്ട് കിഴങ്ങ് ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് ഉള്ളി, ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയൊരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നത്. പിന്നെ ഇത് പീച്ചിങ്ങ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം കാണിക്കാനായിട്ട് ഇങ്ങനെ എൻ്റെ മുള്ള് മാത്രം പിഞ്ചാണിതേ. കണ്ടോ, കുരുവുള്ളതാണെങ്കിൽ ചീത്തയാണ്, കുരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് വെറും പിഞ്ചാണ്. അന്നേരം ഇതിൻ്റെ തൊലി മൊത്തം കളയണ്ട. ഈ മുള്ള് പോലെ ഇരിക്കുന്നില്ലേ, അതിങ്ങനൊന്ന് കളഞ്ഞാൽ മതിയേ. എൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് പോവും, അത് കുഴപ്പമില്ല. അതായിട്ട് കളയാൻ വേണ്ടി ഇരിക്കണ്ട. കണ്ടോ, നല്ല പിഞ്ചായിരിക്കണം. എന്നിട്ട് ഇത് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയേ. നമ്മുടെ പീച്ചിങ്ങ എല്ലാം കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞ് കാണിക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് അരിയണം. നമുക്ക് തോരൻ അരിയുന്ന കണക്കില്ലേ, അതുപോലെ എല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അതുപോലെ കിഴങ്ങും ഇതുപോലെ തന്നെ, കിഴങ്ങും ഇതുപോലെ ചെറുതായിട്ട് കിഴങ്ങും അരിയുക. കുഞ്ഞുള്ളി, ചെറുള്ളി ഞാൻ എന്താ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ബാക്കി ഇതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കണ്ടില്ലേ, ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടേ. പക്ഷെ ഒരെണ്ണം ഞാൻ എടുക്കുന്നില്ല, കാര്യം ഇത് ഉണ്ടല്ലേ, മുറ്റിയത് അകത്ത് ഞൊങ്ങായിട്ട് ഇത് കൊള്ളത്തില്ലേ, ഇത് ഉപയോഗിക്കേണ്ടത് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഇത് ഈ എടുത്ത് വെച്ചേക്കുന്ന കിഴങ്ങില്ലേ, അതും കൂടെ കഴുകി ഇതിനകത്തോട്ടിടാം. ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു തോരന. ഇത് അരിയാനും വലിയ പാടൊന്നുമില്ലല്ലോ. ഇത് ഒഴിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, മതി. ഇനി ഇതിനകത്ത് എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി, അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തേ. ഒരു ടീസ്പൂൺ പെരുംജീരകം അതും ഇട്ട് കൊടുത്ത്. 3 മുളക് ഇട്ട് കൊടുത്തേ. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്. ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കുക. നല്ല മണം, കാര്യം പെരുംജീരകത്തിൻ്റെ മണം. ഇനി ഇതിലോട്ട് ഉള്ളിയൊന്നും അധികം പാടുമൊന്നും വേണ്ട. ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ച കിഴങ്ങും ഈ പീച്ചിങ്ങയില്ലേ, അതും ഇട്ട് കൊടുക്കുക. ഇതിനും വലിയ വേവൊന്നുമില്ല, എളുപ്പപ്പണിയാണിതെല്ലാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചല്ല, ആവശ്യത്തിന് ഉപ്പേ.
നല്ല മിക്സ് ചെയ്യാം. ഒരു 2 ദിവസത്തിന് മുമ്പ് ഞാൻ പീച്ചിങ്ങയും മാങ്ങയും ചെമ്മീനും കൂട്ടിട്ട് കറി വെച്ച്. എന്ത് ടേസ്റ്റാണെന്നറിയാമോ കറിക്ക്. ഒന്ന് കാണാത്തൊരുന്ന് കയറി കാണണേ. പീച്ചിങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് കറികളുണ്ടാക്കാം, ഒരുപാട് കറി. നല്ല ടേസ്റ്റുള്ള സാധനമില്ലേ. പക്ഷെ പീച്ചിങ്ങ പിഞ്ചായിരിക്കണം, മുറ്റിയ പീച്ചിങ്ങ ആവരുത്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കണ്ടേ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്യാം. ഇത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം നമുക്ക്. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് മതി. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. നമുക്ക് ഈ തോരൻ്റെ മസാല റെഡിയാക്കേ. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ കംപ്ലീറ്റ് ഇല്ല. കാര്യം തോരന് അധികം തേങ്ങ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് തേങ്ങനെ എടുത്തിട്ടുള്ളേ. പിന്നെ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് തേങ്ങ എടുക്കാം. അതിനകത്ത് 1 ടീസ്പൂൺ ചതച്ച മുളക്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, രണ്ട് തണ്ട് കറിവേപ്പില. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ കൈവച്ച് ഈ വേപ്പിലയുടെയും കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം മണം തേങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഞെരടി കൊടുക്കുക. നമ്മൾ ഈ കറി നോക്കുക. വെള്ളം ഇതിപ്പോൾ അടയ്ക്കണ്ടേ. ആ പീച്ചിങ്ങയിലെ വെള്ളമില്ലേ, അതാ. ഇത് മതിയേ. നമുക്കൊന്ന് ഇളക്കാം. ഞാൻ 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഈ തീയിൽ. ഒന്ന് ഇളക്കാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ കിഴങ്ങൊക്കെ വെന്തു, എല്ലാം വെന്തു. പക്ഷേ ഇത് വെള്ളമായി ഇതിനകത്തില്ലേ ഈ പീച്ചിങ്ങയുടെ. ഇനി ഇതിന് ഈ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് അടയ്ക്കാം. അരപ്പൊന്ന് വേവണ്ടേ. നമ്മളുടെ തോരൻ നോക്കാം. 1 മിനിറ്റ് അടച്ചിട്ടതേ ഉള്ളേ. ആ തേങ്ങയൊന്ന് എന്താ പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ടാണ്. ഓ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. കണ്ടില്ലേ, നല്ല കിടിലൻ തോരനാണ് ഇത്. ഒന്നും കുഴഞ്ഞും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പീച്ചിങ്ങ തന്നെ നല്ല വെള്ളമുണ്ട്. ഇപ്പൊ ഒന്ന് നോക്കിയോട്ടെ. നല്ല ബെസ്റ്റ് സാധനം. അപ്പം ഞാൻ ഇത്
അത് സ്റ്റൗ ഓഫാക്കുവേ. സ്റ്റൗ ഓഫാക്കി കണ്ടില്ലേ നല്ല കിടിലൻ കണ്ടില്ലേ നമ്മുടെ പീച്ചിങ്ങ, കിഴങ്ങും പീച്ചിങ്ങയായിട്ടുള്ള തോരൻ. സൂപ്പർ ടേസ്റ്റായത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഓക്കെ. അടിപൊളി ടേസ്റ്റാണ്. നല്ല തോരനാണ്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല വേവും കുറവാണ്, വെക്കാനും ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം